നമസ്കാരം. കീഴാള സംഗീതം കൊണ്ട് യുവത്വത്തെ ഹരം പിടിപ്പിക്കുന്ന റാപ്പർ വേടനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ റാപ്പർ വേടൻ കഞ്ചാവ് കേസിൽ പിടിയിലായതിന് തൊട്ടു പിന്നാലെ പുലിപ്പല്ല് കേസിൽ 2 ദിവസത്തെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലും ആയിരിക്കുന്നു. കോടതി റാപ്പർ വേടനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. വേടന് പുലിപ്പല്ല് നൽകിയ സുഹൃത്തിനെ കണ്ടെത്താനും വനം വകുപ്പിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. യുവതലമുറയുടെ ആവേശമാണ് വേടന്റെ പാട്ടും പറച്ചിലുമൊക്കെ നമുക്കറിയാം. റാപ്പർ വേടന്റെ തീവ്രമായ വരികൾ, ചടുലമായ പ്രകടനങ്ങളുമൊക്കെ കണ്ടാസ്വദിക്കാൻ ഒഴുകിയെത്തിയിരുന്നത് 10,000-കണക്കിന് വരുന്ന ചെറുപ്പക്കാരായിരുന്നു. കലഹിക്കുന്ന, ചോദ്യം ചെയ്യുന്ന യുവത്വത്തിന് ഒരു പ്രചോദനമായി മാറിയ വേടനെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ സമൂഹത്തിന്റെ ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ നീതിന്യായ സംവിധാനങ്ങൾ, നിയമ നടപടിക്രമങ്ങളിലൂടെ വേടനും ഏതൊരു പൗരനെ പോലെ കടന്നുപോയേ മതിയാകൂ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് സംഗീതകാരൻ ഞെരളത്ത് ശ്രീ ഹരിഗോവിന്ദൻ, ശ്രീ രാഹുൽ ഈശ്വർ, അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിലെ ശ്രീ മുഹമ്മദ് അൻവർ എന്നിവരാണ്. ശ്രീ മുഹമ്മദ് അൻവർ, ഈ കേസിൽ ഇപ്പോൾ ഈ പുലിപ്പല്ല് കേസിലാണ് റാപ്പർ വേടൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അത് വേടൻ പറയുന്നു. ഇപ്പം നേരത്തെ തന്നെ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് വേടൻ എന്ന് പറയുന്നു. മാത്രമല്ല, ഈ പുലിപ്പല്ല് മാല ഒരാൾ സമ്മാനിച്ചതാണ്, അത് ആര് സമ്മാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇനി റാപ്പർ വേടൻ കുടുങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? കോടതി ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. എന്താണ് ഈ കേസിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? ശ്രീ ഹിരൺദാസ് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസറായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അടുത്ത ദിവസം ഒരു 3-4 ദിവസം മുമ്പ് വനം വകുപ്പിൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു കോള് വന്നു. നമ്മുടെ ഫോറസ്റ്റ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോള് കിട്ടി. വേടൻ എന്നറിയപ്പെടുന്ന റാപ്പർ അദ്ദേഹം പുലി നഖം കൊണ്ടുള്ള ഒരു ആഭരണം ഉപയോഗിക്കുന്നു, മാല ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് കിട്ടിയത്. സാധാരണഗതിയിൽ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കൺട്രോൾ റൂമിലേക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വിശദമായ അന്വേഷണത്തിന് വേണ്ടി വിജിലൻസ് വിഭാഗത്തിനും ഫ്ലൈയിങ് സ്ക്വാഡുകൾക്കും കൈമാറുകയാണ് ചെയ്തത്. അത്തരത്തിൽ അന്നേരം തന്നെ അത് ബന്ധപ്പെട്ട വിജിലൻസ് ഫ്ലൈയിങ് സ്ക്വാഡിലേക്ക് കൈമാറുകയും അവർ അദ്ദേഹത്തെ നിരീക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇത്തരം കഞ്ചാവോടുകൂടി അറസ്റ്റ് ചെയ്ത സംഭവമുണ്ടായതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അദ്ദേഹത്തിൻ്റെ മാലയിലുള്ള പുലി നഖമല്ല, പുലിപ്പല്ല് കൊണ്ടുള്ള മാലയാണ്. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അത് അറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയി അത് പരിശോധിച്ചപ്പോഴേക്കും അതിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് ഒറിജിനൽ പുലിപ്പല്ല് കൊണ്ടുള്ള ആഭരണമാണ്, അല്ലെങ്കിൽ പുലിപ്പല്ല് തന്നെയാണ് എന്ന് മനസ്സിലാവുകയും ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അല്ല, ശ്രീ മുഹമ്മദ് അൻവർ, ഈ പുറത്തു വന്ന ഒരു വാർത്ത ഈ വേടൻ ധരിച്ചിരുന്നത് 5 വയസ്സ് പ്രായമുള്ള പുലിയുടെ പല്ലാണ് എന്നാണ്. വനം വകുപ്പ് ഇത് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണോ ഇത് ശരിയായ പുലിപ്പല്ലാണെന്നും ഇതിന് ഈ 5 മാസം പ്രായമായ പുലിയുടെ പല്ലാണെന്നും ഒക്കെയുള്ള നിഗമനത്തിലേക്ക് എത്തിയത്? അതിനുശേഷമാണോ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്? അതെ, ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ട് പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് പുലിപ്പല്ലാണ് എന്നുള്ളതും അതിൻ്റെ ഏകദേശം പ്രായവും ഒക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ലാറ്ററൽ ഗ്രൂവ്സ് ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ഫാബ്രിക്കേറ്റഡ് അല്ല, ഒറിജിനൽ പുലിയുടെ പല്ല് തന്നെയാണ് എന്ന് വ്യക്തമായി ബോധ്യം വന്നതിന് ശേഷം തന്നെയാണ് ഒരു നിയമ നടപടിയിലേക്ക് പ്രവേശിച്ചത്. ശരി, അപ്പോൾ ഇനി ഈ കേസിലെ തുടർ നടപടികളുടെ സ്വഭാവം എന്തായിരിക്കും? അതായത് വേടൻ പറയുന്നു ഇത് ഒരാൾ സമ്മാനിച്ചതാണ്, അത് തമിഴ്നാട് സ്വദേശിയാണ്, നേരത്തെ ഇത് തായ്ലാൻഡിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാണെന്നൊരു മൊഴി നൽകിയിരുന്ന ഈ വിവരങ്ങൾ വന്നിരുന്നു. വേടൻ പറഞ്ഞത് എനിക്ക് ഇതൊരു ആരാധകൻ സമ്മാനിച്ചതാണ്, അതാണ് കഴുത്തിൽ അണിഞ്ഞിട്ടുള്ളതെന്നാണ്. അങ്ങനെയാണ്, അതാണ് വസ്തുതയെങ്കിൽ എന്തായിരിക്കും വനം വകുപ്പിന്റെ തുടരന്വേഷണത്തിന്റെ രീതികൾ? വന്യജീവികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശരീരഭാഗങ്ങളോ വൈൽഡ് അനിമൽ ആർട്ടിക്കിൾസോ കൈവശം വയ്ക്കാനോ ആഭരണമായി ധരിക്കാനോ ഒന്നും പാടില്ലാത്തതാണ്, നിയമപരമായി പാടില്ലാത്തതാണ്.
അപ്പോൾ ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൈവശം വന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി കൂടുതലായി അന്വേഷണങ്ങൾ നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തമിഴ്നാട്ടിലുള്ള അല്ലെങ്കിൽ ചെന്നൈയിലൊരു പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കൂടിയ പരിചയപ്പെട്ട ഒരു അടുത്ത ആരാധകൻ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയതാണ് എന്നാണ് അദ്ദേഹം പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വിശദമായ അന്വേഷണങ്ങൾ നടത്തും. ഏത് മാർഗേണയായാലും ഒരു വന്യജീവിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശരീരഭാഗം കൈവശം വയ്ക്കുന്നത് നിയമപരമായി തെറ്റ് തന്നെയാണ്, കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ പ്രാഥമികമായി അദ്ദേഹം അന്വേഷണത്തോട് വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെയും കൂട്ടിപ്പോയിട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യും. ഒരുപക്ഷെ നിയമപരമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് അറിയാതെയോ അല്ലെങ്കിൽ ഇത്തരം ഒരു പുലിപ്പല്ല് കൊണ്ടുള്ള ഒരു ആഭരണം ധരിക്കുന്നതിലുള്ള നിയമപ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാതെയോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത എന്നും അത്തരത്തിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുകയും തെളിവുകളും വിവരങ്ങളും ശേഖരിക്കുകയും ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ശരി, ശ്രീ ഞെരളത്ത് ഹരിഗോവിന്ദൻ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ചുറ്റിപ്പറ്റി ഈ കഞ്ചാവ് കേസാണെങ്കിലും MDMA പോലെയുള്ള രാസലഹരിയുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവർ ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഇതിൽ യുവതലമുറ ഇതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നു, അത് അവരുടെ ശീലത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പോലീസ് അതിൻ്റെ ഭാഗമായിട്ട് എക്സൈസും പോലീസും ഒക്കെ പരിശോധനകളും അന്വേഷണവും ഒക്കെ കൂടുതൽ ഈ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേടൻ്റെ കേസ് വരുമ്പോൾ അവിടെ 6 ഗ്രാം കഞ്ചാവാണ് വേടൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയത്. അവിടെ 9 പേരുണ്ടായിരുന്നു, സംഘത്തിൽ 8 പേരടക്കമുള്ളവരാണ്. അവർക്കെല്ലാം ഈ കേസിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. വേടൻ കുടുങ്ങിപ്പോയത് ഒരു ആരാധകൻ സമ്മാനിച്ചു എന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുള്ള പുലിപ്പല്ല് മാലയുടെ പേരിലാണ്, വനംവകുപ്പെട്ട കേസിൻ്റെ പേരിലാണ്. ഈ വേടൻ്റെ എതിരായിട്ടുള്ള കേസും ഈ സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു വിഭാഗമെങ്കിലും ഇതിനെ കാണുന്നത് വേടനെതിരെ ബോധപൂർവമായ ഒരു വേട്ടയാടൽ നടക്കുന്നുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിലാണ്. അതായത് ഇത് ഒരു നിസ്സാരമായ കേസ്, ആ കേസിൽ ഒന്ന് തൊട്ട് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വേടനെ കുരുക്കാൻ ശ്രമിക്കുന്നു. അതായത് ആദ്യം കഞ്ചാവിൻ്റെ പേരിൽ, പിന്നെ ആ മേശപ്പുറത്തുണ്ടായിരുന്ന 9.5 ലക്ഷം രൂപയുടെ പേരിൽ, പിന്നീട് മാരകായുധങ്ങളുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചു കയ്യിൽ, അതിനുശേഷം പിന്നെ ഇപ്പോൾ പുലിപ്പല്ല് എന്ന പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു ആസൂത്രിതമായ ഒരു നീക്കം ഇതിന് പിന്നിലുണ്ട് എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു കേരള എന്താ പറയുക ബോബ് മാർലി എന്ന ഒരു സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വേടൻ. എല്ലാ അർത്ഥത്തിലും ഈസ് എ കേരള ബോബ് മാർലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ക്ഷുദ്ര പ്രവൃത്തികൾ അദ്ദേഹത്തിനെതിരെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അകത്തുള്ള ഒരാൾക്ക് മാത്രം സാധിക്കാവുന്ന കുത്തിത്തിരിപ്പുകളാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിൽ അദ്ദേഹം ഏതാണ്ട് രക്ഷപ്പെട്ടു പോവും എന്ന് തോന്നുമ്പോൾ അടുത്ത വിഷയമിട്ട് കുരുക്കാൻ ശ്രമിക്കുക, അത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആർക്കാണ് ഒരു വനം വകുപ്പിലേക്ക് ഫോൺ ചെയ്ത് പറയാൻ? അദ്ദേഹത്തിൻ്റെ ഇത്രയും 10,000-കണക്കായ ആരാധകരിൽ ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഫോൺ ചെയ്ത് പറയില്ല അയാളുടെ കഴുത്തിൽ പുലിനഖം ഉണ്ട് അല്ലെങ്കിൽ പുലിപ്പല്ലുണ്ടെന്നുള്ള. മറ്റൊരു റാപ്പർമാരുടെ കൂട്ടത്തിൽ നിന്നാണോ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയാലുക്കളായിരിക്കുന്ന വേടൻ ഒരേ സമയം തീവ്ര വിപ്ലവ ചിന്താഗതികൾ അവതരിപ്പിക്കുമ്പോഴും ഒരു ഈശ്വര വിശ്വാസിയാണ് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അദ്ദേഹം അത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ എടാ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് വേടനെ പോലെ 25 വയസ്സ് 26 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും ആവേശത്തോടു കൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം കല കൊണ്ട് നിർവഹിക്കുമ്പോൾ കലയില്ലാത്ത രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത കലാപ്രവർത്തകർ ഇത് രണ്ടും ഒരുപോലെ വേസ്റ്റാണ് എന്ന് അഭിപ്രായപ്പെടാറുള്ള ഒരാളാണ് ഞാൻ. അതായത് കലയില്ലാത്ത രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയമില്ലാത്ത കലാകാരനും ഒരുപോലെ വേസ്റ്റാണ്. സമൂഹത്തിന് യാതൊരു പ്രയോജനം ചെയ്യാൻ സാധ്യതയില്ല. കലോപാസകർക്ക് കല തന്നെ ആവണം ലഹരി എന്ന് ഇന്നലെ കൂടി കൊല്ലത്ത് ശാസ്താംകോട്ടയിലൊരു വേദിയിൽ പരസ്യമായി സംസാരിച്ച ഒരാളും കൂടിയാണ് ഞാൻ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗത്തിൽ അദ്ദേഹത്തെ കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപരമായി അല്ലെങ്കിൽ വലിയ തലങ്ങളൊന്നും അതിനുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നാണ്. എന്തിനാണ് വേടനെ ആരാണ് വേട്ടയാടുന്നത്? ഞാൻ സംശയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് ഒരു വലിയ പരിപാടി വൻ വിജയമായിരുന്നു.
ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എപ്പോഴും ഇത്തരത്തിലുള്ള കലോപാസകർ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. പണ്ട് നമ്മുടെ ജാസി ഗിഫ്റ്റൊക്കെ വന്ന സമയത്ത് അദ്ദേഹമൊക്കെ ഇത് തിരുവനന്തപുരം ഒരു കലാമാഫിയയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിശാഗന്ധിയിലായിരുന്നാലും സർക്കാരിൻ്റെ പരിപാടിയിലായിരുന്നാലും ഒരു സോക്കാൾഡ് കുറച്ച് വർണ്ണങ്ങളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂപ്പുകളിലോ പെട്ട ആളുകൾക്ക് മാത്രം അവസരം കിട്ടുന്ന ഒരു വലിയ മാഫിയ എപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഞാൻ ഒന്ന് സംശയിക്കുന്നത് സർക്കാരിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് വേടൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു നമുക്ക് വല്ലാത്ത ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് തിരിച്ചറിയുന്ന ആരെങ്കിലും ആവാം. ഒന്ന്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിൻ്റെ അത്രയും റേഞ്ചിൽ എത്താൻ കഴിയാതെ ഓടി കതച്ച് എത്താൻ കഴിയാതെ മറ്റ് പല വിഷയങ്ങളും അവതരിപ്പിച്ച് കുറേം കൂടെ സ്വാർത്ഥവും പ്രാദേശികവുമായ വിഷയങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയ ചില റാപ്പർമാരുണ്ട്. അവർ റാപ്പർമാരെന്നതിലുപരി വെറുതെ കിടന്ന് ആർത്തട്ടഹസിക്കുകയും അർത്ഥമില്ലാത്ത ശബ്ദവിന്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില കോമാളികളായ റാപ്പർമാരുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയാലുക്കളായി നടത്തുന്ന നീക്കങ്ങളായിരിക്കാം. എന്തായാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വേടൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വാസ്തവത്തിൽ ജീവിതത്തിൽ ഇന്നുവരെ കഞ്ചാവ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. മദ്യം എൻ്റെ വീട്ടിൽ 2 പട്ടാളക്കാരിലുണ്ട്. മദ്യം ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴും മദ്യം ഉപയോഗിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നെ ആശയപരമായി തകർക്കാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമുണ്ടാക്കിയ സമയത്ത് ശ്രീനാരായണ ഗുരുസ്വാമിക്ക് ശേഷം ഒരു വാദ്യം വിഗ്രഹസ്ഥാനത്ത് വെച്ചുകൊണ്ടൊരു ക്ഷേത്രം നിർമ്മിച്ച ഏക വ്യക്തിയാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തിൽ തന്നെ വാദ്യം പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം സ്ഥാപിച്ച ആളാണ് ഞാൻ അങ്ങാടിപ്പുറത്ത് ഞെരളത്ത് കലാശ്രമത്തിൽ. അതിൻ്റെ എതിരായിട്ട് വന്ന ആളുകൾ, നമുക്ക് അത്ഭുതം തോന്നുന്ന ആളുകളാണ് ആ സ്ഥാപനത്തെ തകർക്കാനായിട്ട് പ്രവർത്തിച്ചത്. അത് കോൺഗ്രസ്സുകാരല്ല, BJPക്കാരല്ല, മുസ്ലിം ലീഗുകാരല്ല. ഏറ്റവും വലിയ പുരോഗമനവാദികളെന്ന് വിശ്വസിച്ച് എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതിയ ആളുകളാണ്. കാരണം ഞങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾ ആരും തന്നെ വിപ്ലവം ഉണ്ടാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. അത് വേടനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഭയക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അവരുടെ ചൊൽപ്പടിക്ക് വേടൻ ഏതെങ്കിലും നിലയ്ക്ക് തയ്യാറാവാതെ വരികയോ അതല്ലെങ്കിൽ ഇപ്പോൾ വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഫല സുഖയുമായി ബന്ധപ്പെട്ട് അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തോട് ആരെങ്കിലും ബാർഗെയിൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനൊരു പണി കൊടുത്തു കളയാമെന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിചാരിക്കുകയോ ചെയ്തതായിട്ടൊക്കെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. എൻ്റെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കള്ളിൻ്റെ കുപ്പി, ഉപയോഗിച്ച കോണ്ടം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ തുരുതുര എല്ലാ ദിവസവും കൊണ്ടുവന്നിടുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതാരാ ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നു. മുസ്ലിം ലീഗിന് എതിരായി എഴുതിയ പോസ്റ്റർ അതേ കൈയക്ഷരത്തിൽ അതേ മഷിയിൽ എൻ്റെ സ്ഥാപനത്തിനെതിരായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം? അവരെ സെക്രട്ടറി പ്രസിഡന്റ് ആക്കുന്നില്ല എന്നത് മാത്രമാണ് കാരണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മോശമാണെന്ന് അഭിപ്രായമില്ല. അതായത് നമ്മളിലൂടെ മാത്രം വിപ്ലവം ഉണ്ടാവണം, നമ്മളിലൂടെ മാത്രം ഇവിടെ സമൂഹത്തിൽ പരിഷ്കരണം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം കോമാളികൾ ഒരു ഭാഗത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള പാർട്ടിയെയോ അധികാരത്തെയോ അംഗീകരിക്കാത്ത ഒരാളാണ് വേടൻ. വേടൻ്റെ വർണ്ണത്തിന് എതിരാണ്, അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷയം മാറിപ്പോകുന്നുണ്ട് പലപ്പോഴും. വേടൻ്റെ വർണ്ണവുമല്ല വിഷയം, വേടൻ്റെ ചങ്കൂറ്റമാണ് എല്ലാവരുടെയും വിഷയം. അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ നേരിടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം അതിശക്തമായി വേടനെ കുടുക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ്. പക്ഷെ ഞാൻ പറയുന്നു, വേടൻ അടുത്ത ഷോയിലേക്ക് വരുമ്പോൾ ഇന്ന് വേടനുള്ളതിൻ്റെ 4 ഇരട്ടി കാണികൾ വേടനെ കാത്തിരിക്കുന്നുണ്ട്. അയാൾ തിരിച്ചു വരും. അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചെന്ന് വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ നിന്ന ആളുകളെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി വേടൻ കാണിക്കുന്ന ഒരു സത്യസന്ധതയാവാം അത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത്രമാത്രം അങ്ങനെ വളരെ തുച്ഛമായ അളവിലുള്ള കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. കഞ്ചാവ് ഉപയോഗിക്കുന്നതൊന്നും നല്ല കാര്യങ്ങളല്ല, അതൊരു മാതൃകാപരമായ കാര്യവുമല്ല. പക്ഷേ ഇന്ന് മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രി ഗണേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മദ്യപിച്ച് ലക്ക് കെട്ട് എന്തെല്ലാം സീനുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവിടെ വർഗീയത എത്ര വലിയ വിഷമാണ്. ഇവിടെ കള്ളു കുടിക്കുന്നതും പെണ്ണ് പിടിക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്മോറാലിറ്റി എന്ന് പറയുന്ന വങ്കന്മാർ വലിയ വർഗീയ വിഷയങ്ങൾ കേരളത്തിൽ പല ഭാഗത്തുനിന്നും, അത് ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നും വ്യത്യാസമില്ലാതെ പല പക്ഷത്തുനിന്നും ഉണ്ടായിട്ടില്ലേ? മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ കഞ്ചാവ് അടിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഞ്ചാവിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പക്ഷേ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, പെണ്ണുപിടിയും കള്ളുപിടിയും ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ മറ്റൊരു കൂട്ടം ആൾക്കൂട്ട ആക്രമണത്തിന് ഉപയോഗിക്കുന്ന പല മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ലഹരി, മറ്റൊന്നാണ് പെണ്ണ് കേസ്, മറ്റൊന്നാണ് സാമ്പത്തിക അഴിമതി, മറ്റൊന്നാണ് ജാതി, മറ്റൊന്നാണ് അവൻ്റെ പെരുമാറ്റം ശരിയല്ല, അവൻ അഹങ്കാരിയാണെന്ന് പറയുക. ഇത് ഒരാളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ ഇങ്ങനെ കാരണങ്ങൾ കണ്ടെത്താൻ യാതൊരു മടിയുമില്ലാത്തൊരു സമൂഹമാണിത്.
ഇതിലെ പോലീസ് വളരെ നാണം കെട്ട കളി കളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. വനം വകുപ്പ് ഇതിനകത്ത് ഇപ്പോൾ സാറ് സംസാരിച്ച പോലെ അവർ നിഷ്കളങ്കമായ നിലപാടെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ വലിയ ഒരു രാജ്യാന്തര ഭീകരനെ, കാശ്മീരിൽ വെടിവെപ്പ് നടത്തിയ ഭീകരരെയൊക്കെ പിടിച്ച അത്രയും വലിയ പ്രതാപത്തിലാണ് ഈ വേടനെ പിടിച്ച ആളുകളൊക്കെ ഞെളിഞ്ഞു നിൽക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അകത്തുള്ള ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം, എങ്ങനെയൊക്കെ ഞാൻ സംശയിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കലാകാരൻ്റെ അഗ്നി എരിഞ്ഞടങ്ങാൻ അനുവദിക്കാത്ത ഒരാളാണ് വേടൻ. ശരി, ഞാൻ വരാം. നമ്മളോടൊപ്പം ശ്രീ രാഹുൽ ഈശ്വറും ചേരുന്നുണ്ട്. രാഹുൽ, ഈ വേടൻ എന്ന കലാകാരനെ വിലയിരുത്തുമ്പോൾ വേടൻ ഉയർത്തിക്കൊണ്ടുവരുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയം, അതിലൂടെ വരുന്ന തീക്ഷ്ണമായ വരികൾ, അതിൻ്റെ ആർത്തിരമ്പി വരുന്ന അതിൻ്റെ താളബോധം, അതിൽ നിൽക്കുന്ന ഒരു ജനറേഷന്, ഒരു തലമുറയാകെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബിംബമായി അല്ലെങ്കിൽ ഒരു രൂപമായി വേടൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കേരളത്തിൻ്റെ ബോബ് മാർലി എന്നൊക്കെ ഉള്ള വിശേഷണങ്ങൾക്ക് വേടൻ അർഹനാകുന്നത്. പക്ഷേ ലഹരി കേസിൽ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് കേസിൽ അകപ്പെടുമ്പോൾ സമൂഹം വേടനെ കാണുന്നതും വേടനോടുള്ള സമീപനത്തിലുമൊക്കെ ഒരുപക്ഷെ ചെറിയ രീതിയിൽ മാറ്റമുണ്ടായേക്കാം. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ലഹരിയിൽ ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണോ വേടൻ ഇങ്ങനെ നിലകൊണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകാം. അവിടെ വളരെ നൈർമല്യത്തോടെ, വളരെ സത്യസന്ധമായി ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പുലിപ്പല്ലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതെനിക്ക് ഒരാൾ സമ്മാനിച്ചതാണെന്നും 9.5 ലക്ഷം രൂപ മേശപ്പുറത്ത് നിന്ന് കിട്ടിയത് ചോദിച്ചപ്പോൾ അത് എന്നോടൊപ്പം ഈ ട്രൂപ്പിലുള്ള ആ സംഘത്തിലുള്ളവർക്ക് അവർക്ക് നൽകാനുള്ള പണത്തിൻ്റെ ആകെത്തുകയാണ് എന്നുമൊക്കെ വളരെ സത്യസന്ധമായി ഉത്തരങ്ങൾ നൽകുകയും നിയമ നടപടികൾ എന്താണോ അതിലൂടെ കടന്നു പോകുമെന്ന് അറിയിക്കുകയും തന്നെ തകർക്കാനോ നശിപ്പിക്കാനോ ഒരു ഗൂഢാലോചനയും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നില്ല എന്ന് പറയുകയും, എന്നാൽ കുറേ അധികം കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാനുണ്ട്, അത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം എന്ന് ഏറ്റവും സുതാര്യവും ലളിതവുമായ രീതിയിൽ മറുപടി പറയുന്ന, പ്രതികരിക്കുന്ന വേടനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വേട്ട, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന, ഇതിന് പിന്നിൽ രാഹുൽ ഈശ്വറിനെ പോലൊരാൾ സംശയിക്കുന്നുണ്ടോ? കാരണം വേടന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം, ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനം, അവരുടെ വലിയ ഒരു സംഘത്തിൻ്റെ പിന്തുണ, ഇതൊക്കെ വേടനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? വേടനിലെ റാപ്പറെ പൂർണ്ണമായി ബഹുമാനിക്കുമ്പോഴും വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ വിനയത്തോടെ എതിർക്കുന്ന അല്ലെങ്കിൽ വിനയത്തോടെ അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വേടൻ എന്ന റാപ്പർ ഗംഭീരമാണ്. വേടൻ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ ശ്രീ ഞെരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ബോബ് മാർലി എന്ന വിശേഷണം വളരെ ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നിയമത്തിന് കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണം, വേടൻ ഉപയോഗിക്കുന്ന കഞ്ചാവ്, അത് ഒരു കാരണവശാലും ശരിയല്ല. വേടൻ തന്നെ ഏറ്റു പറയുന്നത് പോലെ അത് തെറ്റാണ്. അതിന്റെ പിന്നിൽ നമ്മളായിട്ടൊരു കോൺസ്പിറസി തിയറി കണ്ടുപിടിക്കേണ്ടതില്ല. 2, ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉണ്ട്. നമ്മൾ സൈറ്റ്സിൽ അഥവാ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീസീസിലൊക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആനവാൽ മോതിരമാകട്ടെ, പുലിനഖമാകട്ടെ, ഇനിയും സിംഹത്തിന്റെ ക്ലോ ആകട്ടെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് നിയമപരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം അല്ലെങ്കിൽ ഇനിയും നമ്മുടെ ആനയുടെ കൊമ്പാണെങ്കിൽ അതിനടക്കം റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജാതിയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്വത്വമോ എടുത്ത് നമ്മളൊരു ഡിഫൻസ് പറയുന്നതിന് പകരം അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഓണസ്റ്റ്ലി പറഞ്ഞാൽ മതി. ഇപ്പൊ ശ്രീ ഞെരളത്ത് ഹരിഗോവിന്ദന്റെ എല്ലാ സാംസ്കാരിക മുന്നേറ്റങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പറയാതെ പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു നായർ ലോബി അല്ലെങ്കിൽ കുറച്ചുകൂടെ സവർണ ഹിന്ദു ലോബി എന്ന് പറയണം, അങ്ങനെ പറയണം, സവർണ ഹിന്ദു ലോബി അടക്കമുള്ളവർ ഇവരെ, അല്ലെങ്കിൽ ജാസി ചേട്ടനെ, അദ്ദേഹം എന്റെ സീനിയർ ആയിട്ടും കൂടെ ഫിലോസഫി ആയിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീ ജാസി ഗിഫ്റ്റ്, അവരെ അടക്കം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ തുറന്നു പറയുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണം എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഈ സവർണ ഹിന്ദു സാംസ്കാരിക ലോബി ഇവരെല്ലാം തടയാൻ ശ്രമിക്കുന്നു, ടാർഗറ്റ് സാധ്യതയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി, അത് മനസ്സിലായി, അത് തന്നെയാണ് രാഹുലും പറയുന്നത്. അങ്ങയുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഈ സാംസ്കാരിക സവർണ ഹിന്ദു ലോബി എന്നൊക്കെയാണ്. അതിനൊക്കെയുള്ള സാധ്യതകൾ കുറവാണ്. നേരെ മറിച്ച് വേടനടക്കം, വേടനെ അദ്ദേഹം പറഞ്ഞ ശ്രീ ഹരിഗോവിന്ദൻ പറഞ്ഞതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ കാര്യം, വേടൻ ഒരു വിശ്വാസിയാണ്. വേടൻ വളരെ പ്രാർത്ഥനാപൂർവ്വം തൃശ്ശൂരിലെയും എറണാകുളത്തെയും പല അമ്പലങ്ങളിലൊക്കെ പോകുന്നത് വളരെ സന്തോഷത്തോടെ കാണുന്നത്. ഇനി അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അത്തരം വിശ്വാസങ്ങൾ നല്ലതാണ്. അപ്പൊ നമ്മളെല്ലാം ആ സാംസ്കാരിക ധാരയിൽ ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന
രാഷ്ട്രീയത്തോട് സമ്മതിക്കണം. അതിനോട് എന്താ പറയുക, ചില തത്വാധിഷ്ഠിതമായ എതിർപ്പുകളുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ അത്തരം വിഷയങ്ങൾ ഇതിനിടയിൽ കൊണ്ടുവന്നാൽ വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയവും സ്വത്വവും അത് ഡയലൂട്ട് ആകുകയുള്ളൂ. വേടന് തെറ്റുപറ്റിയിരിക്കുകയാണ്. അദ്ദേഹം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, സിന്തറ്റിക് കഞ്ചാവ് ഉപയോഗിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓർഗാനിക് ആയിരിക്കാം അദ്ദേഹം പിടിച്ചത്. അപ്പൊ ഇതിന് വേടനെ ട്രോൾ ചെയ്യുകയോ അകറ്റി നിർത്തുകയോ അല്ല വേണ്ടത്. വേടന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. ഷൈൻ ടോൺ ചാക്കോവിനും നമ്മുടെ ഖാലിദിനും അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിക്കും അടക്കം കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞവർ തിരിച്ചു വരണം. പകരം ഇവർ ഇരകളാണെന്നൊരു ഇപ്പോൾ ഉയർത്തുകയാണെങ്കിൽ അവരുടെ കോടതി കേസിലും അവരുടെ ഭാവിക്ക് തന്നെ അത് ദോഷം ചെയ്യും. കാര്യം പൊതുസമൂഹത്തിലെ പല ആൾക്കാർക്കും കാണാൻ കഴിയും അവരത് പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ എക്സൈസ് വകുപ്പാണെങ്കിലും വനം വകുപ്പാണെങ്കിലും ബാക്കിയുള്ളവർ. അല്ല, ഈ ഇരവാദം ഉന്നയിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയുമോ രാഹുൽ? ചില ആളുകൾ പ്രിവിലേജ്ഡ് ആകുന്നു, മറ്റു ചില ആളുകൾ നിസ്സാരമായ കാര്യങ്ങളിൽ അവരുടെ പ്രതിച്ഛായ തകർത്ത്. ഇപ്പോൾ വേടനെ പോലെ, ഇപ്പോൾ വേടന്റെ വരി തന്നെ നമുക്ക് എടുക്കാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിന് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന വേടന്റെ വരികൾ എടുക്കാം. അതായത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് സമൂഹത്തിനകത്തുള്ള ഈ പ്രതിബന്ധങ്ങളെ മറികടന്ന് സ്വന്തം അധ്വാനത്തിലൂടെ വളർന്നു വരുന്ന വേടനെ പോലെയുള്ള ആളുകളെ അവരുടെ പ്രതിച്ഛായയെ സമൂഹത്തിന് മുന്നിൽ നശിപ്പിക്കാൻ. ഇപ്പോൾ 6 ഗ്രാം കഞ്ചാവ് വെച്ചതിന്റെ പേരിൽ വലിയൊരു ലഹരിക്കാരനായി വേടനെ അവതരിപ്പിക്കുക, പുലിപ്പല്ലിന്റെ മാലയുടെ പേരിൽ വലിയ ഒരു മൃഗവേട്ട നടത്തിയ ഒരാളെപ്പോലെ, ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാളെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇതിന് പിന്നിലൊക്കെ നിക്ഷിപ്തമായ താല്പര്യങ്ങളും ചില ലക്ഷ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നു. അതേസമയം വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് കുറെ ആളുകൾ സമാനമായ കേസുകളിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നു. അവിടെയാണ് വേടന്റെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത്. എല്ലാവർക്കും അവിടെ ഒരു കൺസെഷനാണ് കൊടുക്കേണ്ടത്. നേരത്തെ മുഹമ്മദ് അൻവർ സാർ പറഞ്ഞത് ഒരു കാര്യം, അദ്ദേഹത്തോടൊക്കെയുള്ള അഭ്യർത്ഥന, ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും അറിയില്ല. സാധാരണക്കാർക്ക് ഇപ്പം ചെറിയ പ്രായത്തിൽ ഞങ്ങളോടൊക്കെ പറയും ആനവാൽ മോതിരം കുട്ടിക്ക് ഇട്ടുകൊടുത്താൽ നല്ലതാണ്. നമുക്കറിയില്ലല്ലോ ഇതൊരു പ്രത്യേക നിയമത്തിന്റെ വയലേഷൻ ആണ്. അതുകൊണ്ട് ശാസന അല്ലെങ്കിൽ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇവർക്ക് നോട്ടീസ് നൽകുക തുടങ്ങിയ കാര്യങ്ങളിലൊരു ആദ്യ സ്റ്റെപ്പ് വേണം. വ്യാപകമായ അവയർനെസ് ഉണ്ടാക്കണം. നമ്മളോടൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുള്ളതാണ് ഈ ആനവാൽ മോതിരം ഇട്ടാൽ പേടി പോവും തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആനയുടെ അടിയിൽ കൂടെ പോയാൽ മതി. അപ്പൊ ഈ മൃഗങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പലരും ഇതിലേക്ക് പെട്ടുപോകുന്നത്. അപ്പം പുലിയോ സിംഹമോ ആനയോ അല്ല, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ ധൈര്യമോ അല്ലെങ്കിൽ അവരുടെ ഗുണമോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവയർനെസ് ക്യാമ്പയിൻ തന്നെ വനം വകുപ്പ് ഏറ്റെടുക്കണം. കാര്യം പലരും ഇതിൽ നിഷ്കളങ്കമായി ചെന്ന് വിടുന്നതാണ്. ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ആനക്കൊമ്പായിരിക്കാം അല്ലെങ്കിൽ വേടന്റെ പോലെ ഈ പുലിനഖമായിരിക്കാം, എവിടെങ്കിലും ചെല്ലുമ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നതാണ്. ഇതിന്റെ പിന്നിൽ ഒരു നിയമത്തിന്റെ തെറ്റുണ്ട് എന്നൊന്നും തിരിച്ചറിഞ്ഞൊന്നും പോകുന്നതല്ല, അറിയാതെ പെട്ടുപോകുന്നതാണ്. അതൊരു ഡിഫൻസ് അല്ല, നിയമത്തിന്റെ കണ്ണിൽ അതൊരു ഡിഫൻസ് അല്ല. അത് ശരിയാണ്. ഈ നിയമത്തെ കുറിച്ചിട്ടുള്ള അജ്ഞത ഒന്നും ഈ നിയമലംഘനത്തിന് ഒരു ന്യായമോ കാരണമോ ആയി പരിഗണിക്കില്ല. ശരിയാണ്. ഞാൻ ഒരു മിനിറ്റ് രാഹുൽ, ഇന്ന് ഒരുപാട് നൽകിക്കൊണ്ട് അതെ നമുക്ക് ചർച്ച ചെയ്യാം ഞരളത്ത്. അതായത് ഇന്ന് ധാരാളം ഈ സമൂഹ മാധ്യമങ്ങളിൽ പലരും വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ധാരാളം പേർ അവരുടെ പ്രതികരണങ്ങൾ കുറിച്ചിട്ടുണ്ട്. അതിൽ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പ്രതികരണം ഇന്ന് സവിശേഷമായ ഒരു ശ്രദ്ധ അർഹിക്കുന്നതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്ക് പോലും ജാതിയുള്ള നാട്. വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തിനോടൊപ്പവും ലഹരിക്കെതിരെയും എൻ്റെ നിലപാട്. വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് നമുക്ക് ഈ വൈകുന്നേരം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതിഥിയായി. ഞാൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്, താങ്കൾ ഈ വേടൻ വിഷയത്തിൽ താങ്കളുടെ ഒരു നിലപാട് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗോപികൃഷ്ണൻ, ഞാൻ വേടൻ വിഷയത്തിൽ എൻ്റെ നിലപാട് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയതുപോലെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കൂടിയും കലയിൽ കൂടിയും അദ്ദേഹം എല്ലാ കാലത്തും ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് ഒപ്പം നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനും ബേസിക്കലി ഒരു അംബേദ്കറൈറ്റാണ്. അതാണ് എൻ്റെയും പോളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകീഭവിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ധാരയാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ കലയിൽ കൂടി. രാജ്യത്താകമാനം ഡോക്ടർ അംബേദ്കറും കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയമാണ് വേടൻ തൻ്റെ കലയിൽ കൂടി പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആശയപരമായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനത് പ്രോത്സാഹിപ്പിക്കുകയും
അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനെ ഞാൻ വീണ്ടും ആഘോഷിക്കുന്നു, അതിനെ വീണ്ടും ആവർത്തിച്ച് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പോലെ ഞാൻ ലഹരിക്ക് അനുകൂലമല്ല. ലഹരി ആരുപയോഗിച്ചാലും അത് സവർണരായാലും ദളിതരായാലും വെളുത്തവരായാലും കറുത്തവരായാലും മമ്മൂട്ടിയായാലും മോഹൻലാലായാലും വിനായകനായാലും ഞാനായാലും ആരായാലും അത് കുറ്റമാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ 24-ൻ്റെ SKN40 ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ ഞാനും പങ്കുചേർന്നതാണ്. ആ നിലപാടിൽ ഞാൻ ഒരിക്കലും വെള്ളം ചേർക്കത്തുമില്ല. ലഹരി എന്ന മാരകമായ വിപത്തിനെ, ഒരു ക്യാൻസർ പോലെ പടരുന്ന ആ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് പറയുമ്പോഴും ഇതിനു മുമ്പ് സംസാരിച്ച പല വിഷയങ്ങളും ഇവിടെ പ്രകടമാകുന്നുണ്ട്. നമ്മുടെ രാജ്യം ജാതിബദ്ധമായൊരു രാജ്യമാണ്. അതുണ്ട് ഇല്ല എന്നുള്ളൊരു തർക്കത്തിനൊന്നും അടിസ്ഥാനമില്ല. അതിവിടെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക മേഖലയിൽ, സിനിമ ഉൾപ്പെടെയുള്ള സാംസ്കാരിക കലാരംഗത്ത് ജാതി, സവർണജാതി മേൽക്കോയ്മ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ല എന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറല്ല. അതിന് ഇരകളാക്കപ്പെടുന്ന ധാരാളം പേരുണ്ട്. ഞാനിതിനകത്ത് കാണുന്നത്, ഞാനും അദ്ദേഹത്തെ ബോബ് മാർലി എന്ന് തന്നെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ബോബ് മാർലിയുടേത്. അദ്ദേഹം ഈ ചെറുപ്രായത്തിൽ അദ്ദേഹം നേടിയ നേട്ടം, അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അദ്ദേഹത്തിന് ലഭിക്കുന്ന പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കുറച്ച് കാണുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജാതിബദ്ധമായൊരു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു കലാകാരൻ എന്തുമാത്രം വെല്ലുവിളികളെ, ജാതീയമായ അടിച്ചമർത്തലുകളെ ഉല്ലംഘിച്ചുകൊണ്ടും അതിലംഘിച്ചുകൊണ്ടുമാണ് ഇത്രയും ഉയർന്നു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു വ്യക്തിയെ ജാതിബദ്ധമായ ഒരു സമൂഹത്തിൽ തകർക്കുവാനായിട്ട് ധാരാളം പേരുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരും, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനം പോകും, ഞങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം ലോബികൾ ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ, ആ കലാകാരനെ സംരക്ഷിക്കുക എന്നുള്ളത് സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയും കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ഞാൻ വീണ്ടും നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുവാനുള്ള കാരണം. മാത്രമല്ല ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ്, കാടുകട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും, ഇതിലും ശക്തമായി എങ്ങനെയാണ് ഈ രാഷ്ട്രീയം പറയാൻ കഴിയുക, അല്ലേ? കാടുകട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും, അതാണിപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത്. ആ രണ്ട് വരികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അറം പറ്റിയിരിക്കുകയാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യത്തെ വരി സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഇപ്പം ഗോപികൃഷ്ണനാണ് ഇപ്പോൾ ആങ്കർ ചെയ്യുന്നതെന്നുള്ളൊരു കോയിൻസിഡൻസ് ആണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് അങ്ങയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് അയ്യപ്പനുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം ഞാൻ അടുത്തിടയ്ക്ക് കണ്ടത് ഞാൻ പങ്കുവച്ചല്ലോ. അയ്യപ്പൻ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണ്. ഇത്രയും നിഷ്ണാശാലിയായ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു കവി നമുക്ക് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ലഹരി അദ്ദേഹത്തിൻ്റെ കരൾ മാത്രമല്ല പകുതി കൊണ്ടുപോയത്, ജീവനും കൊണ്ടുപോയതാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയെ നമുക്ക് തള്ളിപ്പറയേണ്ടതില്ലല്ലോ. ആ കവിതയിൽ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ നമ്മൾ ആഘോഷിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ വേടൻ്റെ കാര്യത്തിലും ചെയ്യുന്നത്. അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, എങ്കിലും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന്, മിക്കവാറും അദ്ദേഹം ഒരു ഇരയാകാൻ സാധ്യതയുള്ള ഒരു സിനാറിയോ ആണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ തകർക്കാനായിട്ടൊക്കെ ശ്രമം നടന്നിട്ടുണ്ടാവും. ഇനി എന്തായാലും അതിൽ നിന്ന് അദ്ദേഹം മോചനം പ്രാപിച്ച് ലഹരി ഉപയോഗിക്കാത്തൊരു വ്യക്തിയായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട്, ശക്തമായ രാഷ്ട്രീയവുമായിട്ട് ആ കലയിൽ കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആശംസ. ശരി, ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ്, ഞാനൊരു ചെറിയ ഇടവേളയുടെ ശേഷം ഞാൻ താങ്കളിലേക്കും മറ്റുള്ളവരിലേക്കും വരാം. വേടനെ സംബന്ധിച്ച് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അതിൻ്റെ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അതുവഴിക്ക് പോകട്ടെ. പക്ഷേ അതേസമയം തന്നെ വേടനിലെ കരുത്തനായ കലാകാരനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് സാമൂഹിക നീതിയുടെ ഭാഗമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ആ നിലയ്ക്ക് തന്നെ അത് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. ഞാൻ ശ്രീ ഞെരളത്ത് ഹരിഗോവിന്ദൻ, ഇപ്പോൾ ഈ വേടൻ്റെ കാര്യത്തിൽ ഇനി അടുത്തൊരു പുതിയ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഈ പുലിപ്പല്ലിൻ്റെ കാര്യത്തിലാണ്. ഇപ്പം നേരത്തെ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടി, ചെറിയ അളവിലായിരുന്നു. അതിനുശേഷം പിന്നെ പുലിപ്പല്ലിൻ്റെ കേസായി. അത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്, വനംവകുപ്പിൻ്റെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഇതൊക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ വേടന്റെ നിലനിൽപ്പിന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ ബോധപൂർവമായ ശ്രമങ്ങളുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഇല്ല എങ്കിൽ പോലും ഇത് ഈ വേടന്റെ ഈ ജനസമ്മതിയെ വേടന്റെ സംഗീതത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഉണ്ടാക്കിയെടുത്ത ഈ അടിത്തറ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുക? ഇല്ല, ഇത് വളരെ വിവേകമുള്ള കോടതികൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പുലിപ്പല്ല്, അദ്ദേഹം വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞത് എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയതാണെന്ന്. ഞാനിപ്പോൾ നാളെ ഗോപികൃഷ്ണനെ കാണുന്ന സമയത്ത് എനിക്ക് ആരെങ്കിലും ഒരു ഈ സൗദി അറേബ്യ പോലത്തെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു കത്തി പോലത്തെ ഒരു സാധനങ്ങൾ കിട്ടാറുണ്ട് ഗിഫ്റ്റായിട്ട്. ഏതോ രാജ്യത്തിൻ്റെ ഒരു മാഗസിൻ പോലൊരു സാധനമാണ്. അത് ഞാൻ കൊണ്ടുതന്നു. അത് കാറിൽ വെച്ച് പോകുന്ന സമയത്ത് പിടിക്കപ്പെട്ടു, മാരകായുധങ്ങളായിട്ട് പോയിട്ട് പിടിച്ചു എന്നൊരു കേസ് ഉണ്ടാക്കണമെങ്കിൽ അത് ധാരാളം മതി. നേരെ മറിച്ച് കോടതി പറയാണ് അദ്ദേഹം അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മതി. ഹിരൺ മുരളിക്ക്, ഇന്ദാസ് മുരളിക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള അവസരം കോടതി കൊടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്കൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതറിയാണ്ട് എൻ്റെ കയ്യിൽ വന്ന് പെട്ടു. ഞാനതൊരു അലങ്കാരം മാത്രമായിട്ട് കാണുന്നതാണ്. ഇതിനകത്ത് ഗോപികൃഷ്ണൻ ഇപ്പം എന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്കയിലെ തോല് പശുവിൻ്റെ തോലാണ്, മട്ടന്നൂർ ശങ്കരൻകുട്ടി കൊട്ടുന്ന ചെണ്ടയുടെ തോല് എന്താ പറയുക പശുവിൻ്റെ തോലാണ്. ഇതിനൊക്കെ നിയമപരമായിട്ട് മുനിസിപ്പൽ നിയമം അനുസരിച്ച് അറവുശാലകളിൽ നിന്ന് വരുന്ന ഈ ചർമ്മം ഒരിക്കലും പുനരുപയോഗത്തിന് അനുവദനീയമായിട്ടുള്ളതല്ല. അത് അറവുശാല നടത്തുന്ന ആളുകളോട് പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ നിങ്ങൾ കുഴിച്ചു മൂടണം എന്നാണ്. കുഴിച്ചു മൂടിയിരിക്കണം. അത് കൃത്യമായിട്ട് അത് ഇവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ നിയമത്തിൽ അറവുശാലയുടെ വേസ്റ്റുകൾ മുഴുവൻ കുഴിച്ചു മൂടണം എന്നാണ് നിയമം. പക്ഷേ ആ തോല് പുലർച്ചെ പോയി കൊണ്ടുവന്നിട്ടാണ് ഈ ഇടയ്ക്കയുടെ തോലും ചെണ്ടയുടെ തോലും ഈ കേരളത്തിലെ മേളം മുഴുവൻ നടക്കുന്നത്. ഇതിനകത്ത് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഞാനൊരു അവർണവാദം ഉന്നയിക്കുന്ന ഒരാളെയല്ല. കാരണം നേരത്തെ വളരെ സ്നേഹപൂർവ്വം ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഉൾക്കൊള്ളുന്നു. എൻ്റെ അമ്മ നായരാണ്, എൻ്റെ അച്ഛൻ പൊതുവാളാണ്. പലരും ധരിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. ഞാൻ ഏതോ ഒരു ആൾ എൻ്റെ ദളിതനായതുകൊണ്ടാണ് ഞാൻ ദളിതർക്ക് വേണ്ടി വാദിക്കുന്നത്. അങ്ങനെയല്ല. ഈ വിഭാഗത്തിൻ്റെ കൂടെ ജീവിച്ച് ഇവർ കാണിക്കുന്ന സർവ്വ മാടമ്പിത്തരങ്ങളും നേരിട്ട് കണ്ട് മടുത്തൊരാളാണ് ഞാൻ. എൻ്റെ സ്വന്തം വീട്ടിലുൾപ്പെടെ സ്ത്രീകളോട്, ദളിതരോട്, വംശത്തിൽ കുറഞ്ഞ ആളുകളോട് അവരൊന്നും നന്നായാൽ, അവർ നല്ലൊരു വീട് വെച്ചാൽ, അവർക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ അപ്പം പറയും മോന് കൺസെഷൻ കിട്ടിയതുകൊണ്ട് നന്നായതാണ്. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഡാൻസ് പരിപാടിയിൽ പങ്കെടുത്തിട്ടായിരുന്നെങ്കിൽ അവരൊക്കെ സോപ്പിട്ടിട്ട് നേടിയത്. ഇങ്ങനെ അംഗീകരിക്കാനുള്ളൊരു വല്ലാത്തൊരു മടിയുണ്ട് ഈ സമൂഹത്തിന് മറ്റുള്ള ആളുകളെ. ഇപ്പോൾ ഇത് രണ്ട് യുവ സംവിധായകർ എന്നാണ്. രണ്ട് യുവ സംവിധായകർ ലഹരി കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ എനിക്ക് 24 എങ്ങനെ കൊടുത്തെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. റിപ്പോർട്ടറൊക്കെ അങ്ങനെ കൊടുത്തോണ്ടേയിരുന്നത്. രണ്ട് ദിവസം അവരുടെ പേര് പറയാൻ യാതൊരു താല്പര്യമില്ല. അവരുടെ പേര് ഇപ്പോൾ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച സമയത്താണ്, അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പേരതായിരിക്കുന്നു മനസ്സിലാക്കുന്നത്. സത്യമായിട്ടും ഇവരാരാന്ന് പോലും വെളിപ്പെടുത്താൻ പോലീസിന് താല്പര്യമില്ല, മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ വേടൻ ഇങ്ങനെ പിച്ച് ചീന്താൻ വേണ്ടി മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ്. എന്തിനാണ്? എന്ത് വലിയ പാപമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുള്ള വളർച്ചയും ഇത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വേടൻ, എനിക്ക് ഇപ്പം 49 വയസ്സായി. ഞാൻ 49 വയസ്സിൽ ചിന്തിക്കാത്ത അത്രയും വലിയ കാര്യങ്ങൾ. കാരണം ദളിത് രാഷ്ട്രീയത്തിൽ അത്രമാത്രം വെള്ളം കലർത്തിക്കൊണ്ടിരിക്കുകയാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ. കേരള സംഗീത അക്കാദമിയുടെ ചെയർമാനായിട്ടല്ല ഒരു ദളിതനെ ഒരിക്കൽ പോലും ഒരു പുരോഗമന രാഷ്ട്രീയ പാർട്ടിയും വെക്കുന്നത്. അതിന് പകരം ഫോക്ലോർ അക്കാദമിയിൽ മാത്രമാണ് ദളിതരെ ചെയർമാനായിട്ട് വെക്കുന്നത്. കേരള സംഗീത അക്കാദമിയിലോ കേരള കലാമണ്ഡലത്തിലോ ഒരു ദളിതനെ ചെയർമാനായിട്ടോ സെക്രട്ടറിയായിട്ടോ വെച്ച ചരിത്രമില്ല. കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ കേരളീയമായ എല്ലാ കലകളുടെയും മണ്ഡലമായി പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷെ അവിടെ ക്ഷേത്രകലകൾ മാത്രമല്ല ഇപ്പോഴും ഉള്ളൂ. അതുണ്ടായിരിക്കുകയാണ് ഇവിടെ ഫോക്ലോർ അക്കാദമി, ദളിതൻ്റെ ചാത്തൻ്റെ പോത്തൻ്റെ കലകൾക്ക് വേറെ ദളിത ഫോക്ലോർ അക്കാദമി ഉണ്ടായത്. വേടൻ പറയുന്ന രാഷ്ട്രീയം സത്യമാണ്. ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, സ്ട്രോങ്ലി ഗോയിങ് ഓൺ. അപ്പം അതേപോലെ മുസ്ലിങ്ങൾക്കുള്ള കേരള കലാമണ്ഡലത്തിൽ കോൽക്കളിയും ഒപ്പനയും പഠിപ്പിക്കുന്നതിന് പകരം അത് ഇല്ലാണ്ട് വന്നു. അവിടെ കേരള കലാമണ്ഡലം എന്ന് പേരുണ്ടെങ്കിലും കേരള ക്ഷേത്ര കലാമണ്ഡലമായിട്ട് അത് പരിമിതപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ വന്ന ആ സ്ഥാപനത്തിൽ പിന്നീട് മുസ്ലിം കലകൾക്ക് വേണ്ടിയിട്ട് നായനാരുടെ കാലത്ത് കൊണ്ടോട്ടിയിൽ മോയിൻകുട്ടി വൈദ്യർ സ്മാരകം ഉണ്ടാക്കേണ്ടി വന്നു. ചാത്തൻ്റെ പോത്തൻ്റെ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഫോക്ലോർ അക്കാദമി ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ഫോക്ലോർ അക്കാദമിയിൽ എപ്പോഴും ദളിതനായ ആളുകൾ ചെയർമാനാവും. എന്നിട്ട് പുരോഗമന പ്രസ്ഥാനക്കാർ പറയും ഞങ്ങൾ ദളിതനെ ചെയർമാനാക്കിയില്ലേ എന്ന് പറയും. എന്ത് വങ്കത്തരമാണിത്? എന്തുകൊണ്ട് നിങ്ങൾ കേരള കലാമണ്ഡലത്തിൽ അങ്ങനെ വെക്കാൻ നിങ്ങൾ ചങ്കൂറ്റമുണ്ടാവുന്നില്ല? എന്നാൽ ഇത് ദളിത് രാഷ്ട്രീയം വൻതോതിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ തന്നെ വെള്ളം ചേർത്തിരിക്കുന്ന സമയത്ത് വേടൻ്റെ അസാന്നിധ്യം അല്ലെങ്കിൽ വേടനെ പോലുള്ള ആളുകളെ തളർത്തുന്നത് കേരളത്തിൽ നല്ലതല്ല. അതിപ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നും. പക്ഷേ ഇവിടുത്തെ ജാതിയുടെ ഒരു പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വേടൻ്റെ ദളിത് വർണ്ണം പറഞ്ഞ് എന്താ പറയുക മെക്കെട്ട് വേടനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്
ബ്രാഹ്മണൻ നായരോട് കാണിക്കുന്നതാണ് നായർ ആശാരിയോട് കാണിക്കുക, ആശാരി കാണിക്കുന്നതാണ് ആശാരി ഈഴവനോട് കാണിക്കുക, ഈഴവൻ പുലയനോട് കാണിക്കുക, പുലയൻ പറയനോട് കാണിക്കുക. അതുകൊണ്ട് ഈ ശ്രേണി അനുഭവിക്കേണ്ട സ്ഥിതി ഉണ്ടായി വന്നാൽ വേടന്റെ സംഗീതത്തിൽ വന്ന് വീഴുന്നവർ, അതിന്റെ ഭാഗമായി നിൽക്കുന്നവർ, അതിന്റെ സ്വാധീനത്തിൽ നിൽക്കുന്നവർ, ഇപ്പോൾ നമ്മളെല്ലാവരും ഏതെങ്കിലും ജാതിയോ മതമോ നോക്കിയിട്ടാണോ വേടൻ എഴുതുന്ന ശക്തമായ ആ വാക്കുകൾക്കൊപ്പം നിൽക്കുന്നത്, ആ വരികൾക്കൊപ്പം നിൽക്കുന്നത്, ആ താളത്തിനൊപ്പം നിൽക്കുന്നത്? വളരെ പ്രധാന അല്ല അല്ല വളരെ വളരെ പ്രധാന പോയിന്റാണത്, വളരെ പ്രധാന പോയിന്റാണത്. ഞാൻ ദളിതനായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തരത്തില് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പേര് പോലും പറയാൻ മാധ്യമ അല്ല, അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഈ വേടൻ ഇങ്ങനെ ഇത്തരം കേസുകളിൽ അകപ്പെട്ടു എന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ വേടന്റെ ഇനിയുള്ള സംഗീത ജീവിതത്തിലെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാകും എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ലല്ലോ. കാരണം ഇപ്പോൾ ഇന്നലെ ഈ കഞ്ചാവ് കേസ് വന്നപ്പോൾ തന്നെ പല ആളുകളും പ്രതികരിച്ചത് താങ്കൾ കണ്ടല്ലോ. അതായത് ഞാൻ രാസലഹരി ഉപയോഗിക്കരുത് മക്കളെ എന്ന് വേടൻ പറഞ്ഞ ഭാഗമാണ് എല്ലാവരും എടുത്തത്. അതിൽ വേടൻ തന്നെ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ചോദിക്കുമല്ലോ നീ കള്ളു കുടിച്ചിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ഉപയോഗിച്ചിരുന്നു, ആ ഉപയോഗിച്ചതിന്റെ അനുഭവത്തിൽ നിന്നാണ് മക്കളെ ഞാൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാണ് വേടൻ അത്രയും സത്യസന്ധമായി അത്രയും നിർമ്മലമായാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇപ്പൊ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് സത്യസന്ധമായി പറഞ്ഞു. അല്ല, അങ്ങനെ ഒരാളെ സമൂഹം തള്ളിക്കളയുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു പ്രധാന പോയിന്റോട് ഞാനും യോജിക്കുകയാണ്. അതെ, അല്ല, അദ്ദേഹത്തെ തള്ളിക്കളയാൻ സാധിക്കില്ല, അദ്ദേഹത്തെ തള്ളിക്കളയാൻ പാടില്ല. അദ്ദേഹത്തെ പോലെ ആളെ തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടുരൂപത്തിനോ ഒരു പ്രദേശത്തിനോ ഒന്നും ആയിരിക്കില്ല, ഒരു സംസ്ഥാനത്തിന് ഒന്നാകെ തന്നെ അതിൻ്റെ നഷ്ടം അനുഭവിക്കേണ്ടി വരും. കാരണം അത്തരം രാഷ്ട്രീയമാണ്. ഞാൻ എൻ്റെ പാട്ട് തുടങ്ങിയ കാലത്ത് TM കൃഷ്ണ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെയൊക്കെ അടിച്ചൊതുക്കി തളർത്തുകയാണ് ചെയ്തത്. കാരണം ഞങ്ങളനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രം നീ വിപ്ലവം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തളർത്താൻ കഴിഞ്ഞു. അത് എന്താ പറയുക, ഒരു വേള ഞാൻ മറ്റ് പല രീതിയിലേക്കും എൻ്റെ മനസ്സ് ചെതറിപ്പോകുന്ന തരത്തിൽ ഇവിടുത്തെ വലിയ പുരോഗമന പ്രസ്ഥാനങ്ങൾ ആണ് നേരിട്ട് തകർന്നത്. വേടനെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് ഗവൺമെൻറ്റിൻ്റെ പോലീസാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമുക്ക് എവിടെയാണ് ഇനി പ്രതീക്ഷയുള്ളത്? അങ്ങനെ തളർത്താൻ ഒരു പക്ഷേ വേടന് കുറച്ച് ദിവസം വേടൻ ഒന്ന് ചിന്തിക്കും, കുറച്ചുകൂടെ കരുതലോടുകൂടി നീങ്ങും. പക്ഷെ ഞാൻ കരുതുന്നത് വേടൻ തളർത്തപ്പെടില്ല, തകർക്കപ്പെടില്ല. കുറച്ച് കരുതലോടുകൂടി ഒരു മൗനം എടുക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഒന്ന് പതുങ്ങി അതിശക്തനായി തിരിച്ചു വരിക തന്നെ വേണം, വരിക തന്നെ ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. രാഹുൽ, ഈ സാമുദായികമായ വിഭജനങ്ങൾക്ക്, ജാതീയമായ ചിന്തകൾക്ക്, അതിന്റെ പേരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആ വിവേചനങ്ങൾക്കു എതിരെ അല്ലെങ്കിൽ അതിനപ്പുറം കടന്നിട്ടുള്ളൊരു ബോധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്ത്യയുടെ തന്നെ മറ്റിതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഒരു മേന്മയായി നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ ഇത്തരത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി പല സന്ദർഭങ്ങളിലും പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ഒരു സവർണ മേധാവിത്വം കലകളിൽ ഉൾപ്പെടെ അവരുടെ ശാസനകൾക്കനുസരിച്ച്, അവരുടെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സമ്പ്രദായം ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ഇപ്പോഴും ഒരു ചരട് പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞത്. അതിൽ ഇരയാക്കപ്പെടുന്നവരിൽ ഒരാളായി വേടൻ മാറുന്നു. ഇതുപോലെ നമ്മളപ്പോൾ പറഞ്ഞത് നിയമത്തിൻ്റെ വഴിയുണ്ട്, കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത വേടനെ നമ്മൾ അവതരിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഒരു സമ്മാനമായി കിട്ടിയ പുലിപ്പല്ല് മാലയായിട്ട വേടനെ നമ്മൾ അവതരിപ്പിക്കുന്നത് വേറൊരു തരത്തിലാണ്. അങ്ങനെ എന്താണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കുറ്റം എന്ന് പറയാവുന്നത്, അതിനപ്പുറത്ത് ഒരു കൊടും കുറ്റവാളിയെ പോലെ വേടനെ അവതരിപ്പിക്കുന്നതിന് പിന്നിലും ഒരു താല്പര്യം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞരളത്തിനെ പോലുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ചിത്രീകരിക്കരുത് എന്ന കാര്യത്തിൽ ചരിത്രത്തിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദ സ്വാമി നമ്മുടെ നാട്ടിൽ വന്ന് നിനക്കൊക്കെ ഭ്രാന്താണ്, നിന്റെ സ്ഥലം ഭ്രാന്താലയമാണെന്ന് നമ്മുടെ ഈ ജാതീയത കണ്ടിട്ടാണ് പറഞ്ഞത്. അവിടെ ഗാന്ധിജി അംബേദ്കറെ കുറിച്ച് പറയുന്നുണ്ട്. അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. പക്ഷെ നമ്മൾ നേരത്തെ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി ഓർക്കണം, ഇന്ത്യയിലെ എല്ലാ സമുദായക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വരുന്ന ഒരു നമ്പൂതിരി ബ്രാഹ്മണ സമുദായത്തിൽ നിന്നാണ്. ഇന്ത്യയിൽ നമ്മുടെ ആധുനിക നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയ് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറോ ദയാനന്ദ സരസ്വതിയോ അടക്കമുള്ളവർ. നമ്മുടെ നാട്ടിൽ VT ഭട്ടതിരിപ്പാടും ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാ VMS നമ്പൂതിരിപ്പാട് അടക്കം, എന്തിന് ഇന്ത്യയുടെ ആത്മാവായ മഹാത്മാഗാന്ധിയുടെ ഗുരുതുല്യനായ ഗോപാലകൃഷ്ണ ഗോഖലെ അടക്കം
ഈ വിനോബാ ഭാവെ അടക്കമുള്ളവർ ഈ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന്, മഹാത്മാഗാന്ധി തന്നെ ഒരു സവർണ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ ജാതീയത ഇല്ലാതാക്കിയത്. അതായത് നമ്മുടെ ജാതീയത അല്ലെങ്കിൽ ഉച്ചനീചത്വം എന്നുള്ള കാര്യം കളയുകയും, ചിലപ്പോൾ സമുദായങ്ങൾ കാണാം എന്നാൽ അവർക്കിടയിൽ ഹൈറാർക്കി പാടില്ല എന്നൊരു കാര്യം. അവിടെയാണ് കൂർലോസ് പിതാവിനോടൊക്കെ എനിക്ക് വളരെ സ്നേഹവും ആദരവുമുള്ള, ഞാൻ ഏറ്റവും ആദരിക്കുന്ന ആത്മീയ നേതാക്കളിലൊന്നാണ്. നമ്മൾ അവിടെയാണ് വേടനും നമുക്ക് തീർച്ചയായിട്ടും നല്ല നിലപാട് വേണം. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ നിലപാട് വേണം. ആ എല്ലാ വിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായത്തിനടക്കം ന്യൂമറിക്കലി ഞങ്ങൾ വളരെ കുറവാണ്, 1% അല്ലെങ്കിൽ 1.5% ഉള്ളൂ. അപ്പോ ഡെമോക്രാറ്റിക്കലി ജനാധിപത്യപരമായ വോട്ട് ബാങ്ക് അല്ല, സൈഡ് ലൈൻഡ് ആകുന്നു എന്ന വികാരം ഒരുപാട് സവർണ ഹിന്ദു സമൂഹത്തിൽ, വിശിഷ്യ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരെയും ചേർത്ത് നിർത്തുന്ന ഒരു പരിപ്രേക്ഷ്യം അവിടെയാണ് അംബേദ്കർജിയുടെ മഹത്തരമായ പരിപ്രേക്ഷ്യമാണ്. പക്ഷെ ഒരു ഗാന്ധി അംബേദ്കർ നെക്സസ് അല്ലെങ്കിൽ ഗാന്ധി അംബേദ്കർ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പൂന പാക്ടിനൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത്. ബ്രാഹ്മണ സമുദായത്തിന്റെയും വിശാല ഹിന്ദു സമൂഹത്തിന്റെയും താല്പര്യങ്ങൾ അവിടെയാണ്. വേടൻ പോലും ഈശ്വരവിശ്വാസിയാണ്. അതായത് നമ്മൾ പരമ്പരാഗതമായി കണ്ടുവരുന്ന ഹൈന്ദവ സമൂഹത്തിലെ ദൈവങ്ങളെ താല്പര്യത്തോടെ ആരാധിക്കുന്ന വേടൻ അടക്കമുള്ളവരെ ഒരു ജാതി മതങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടിൽ കൊണ്ടുവരണം. അതിന് ലെഫ്റ്റ് പാർട്ടീസിന്റെയും കൂടെ കൈ ചേർക്കുന്നതിൽ തെറ്റില്ല. ഈ ഇടതുപക്ഷക്കാർക്ക് പലപ്പോഴും പറ്റുന്നത്, പിന്നോക്ക വിഭാഗക്കാർ അവരുടെ ജാതി സ്വത്വങ്ങൾ അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇടതുപക്ഷ പുരോഗമന ഫ്രെയിംവർക്ക് തകർന്നു പോകും. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഒതിന്ന് മാറി നിൽക്കുന്നത്. അതാണ് എന്റെ രാഷ്ട്രീയപരമായ സത്യം. പക്ഷെ അവരെയും കൂടെ കുറെ കൂടി ഒരു ഗാന്ധിയൻ ഫ്രെയിംവർക്കിലോട്ട് കൊണ്ടുവരികയും, നമ്മുടെ നാടിന്റെ മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ ഇലക്ഷനിൽ ജയിച്ചിട്ടല്ലല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഹെഡ് ആവുന്നത്. മഹാത്മാഗാന്ധി നെഹ്റുവിനോട് പറയുന്നതാണ്, ഇത്രയും വലിയ പണ്ഡിതനായ അംബേദ്കറെ ഇന്ത്യക്ക് കൂടുതലായി ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ട്, ഭരണഘടനയുടെ പിതാവായിട്ട് ബാബാ സാഹേബ് അംബേദ്കർ വരുന്നത്. അപ്പോൾ ഒരുപാട് സങ്കീർണമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം. നേരത്തെ പിതാവ് പറഞ്ഞ പോലെ ജാതി സ്വത്വ രാഷ്ട്രീയങ്ങളെല്ലാം ഉണ്ട്. ഇതിനെ ഹാർമണൈസ് ചെയ്യുക, ഇതാണ് അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറുടെ നിലപാടിനേക്കാൾ ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവയെ സംഗീതവൽക്കരണം അല്ലെങ്കിൽ അവയെ സമന്വയവൽക്കരണം എന്ന നിലപാടാണ് ശരിയാകുക. ഇനി വേടന്റെ കാര്യത്തിൽ നിയമത്തിനപ്പുറം ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നിയമത്തിന് പക്ഷേ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെ ആൾക്കാർക്ക് കൺസെഷൻ കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വേടന് താക്കീത് അടക്കമുള്ള കാര്യങ്ങൾ, ശ്രീ ജനലത്ത് ഹരിഗോവിന്ദൻ പറയുന്നത് പോലെ താക്കീത് അടക്കം ഉള്ള കാര്യങ്ങൾ കൊടുക്കുകയും, വേടൻ അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത്, വേടന് കരിയർ നിഷേധിക്കപ്പെടരുത്, വേദികൾ നിഷേധിക്കപ്പെടരുത്. വേടന് മാത്രമല്ല, വേടന് ഞാനൊരു ആലങ്കാരികമായ ഒരു കാര്യം കൂടെ പറയാം. ഒന്ന് നോക്കിയാൽ വേടൻ, ഷൈൻ ടോം ചാക്കോ, നമ്മുടെ ഖാലിദ് റഹ്മാൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാഥ് വാസി, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കർമ്മ പദ്ധതി വേണം. അതിന് ഒരു കമ്മ്യൂണിറ്റി സെൻസിറ്റീവ് ആകണമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അല്ലല്ല, ആ കർമ്മ പദ്ധതിയെ കുറിച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ്, ഈ വേടൻ വിഷയത്തിൽ ഇനി ഇപ്പോൾ ഇതിലെ തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി സംബന്ധിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഗോപീഷ്ണൻ, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നിയമം എല്ലാവർക്കും ബാധകമാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. പക്ഷേ ഇപ്പോൾ ലഹരിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. എനിക്ക് പൊതുവെ വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വലിയ താല്പര്യമില്ല. ആശയങ്ങൾ ചർച്ച ചെയ്യാനാണ് താല്പര്യം. ഇങ്ങനെ പറയുമല്ലോ, സ്മോൾ മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ ആൻഡ് ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ്. നമ്മൾ വ്യക്തികളെ അല്ല, ബൈബിളിലാണെങ്കിൽ പറയും, യേശുക്രിസ്തു പാപത്തെയാണ് വെറുക്കാൻ പറഞ്ഞത്, തള്ളിപ്പറയാൻ പറഞ്ഞത്, പാപികളെയല്ല. അപ്പോൾ മനുഷ്യരെയും സിസ്റ്റത്തിനെയും വേർതിരിച്ച് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലഹരിയുമായി പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അതിൻ്റെ മൂലകാരണങ്ങളിലേക്ക് പോകണം. ഞാൻ പറഞ്ഞപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടികളെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുമ്പോഴും അതല്പം വൈകിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ 24 days KN40 നടത്തിയ വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരുവല്ലയിൽ പങ്കെടുത്തപ്പോഴും ഞാനത് പറഞ്ഞതാണ്. അല്പം വൈകിപ്പോയി ഈ ഒരു പോരാട്ടം. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇപ്പോഴെങ്കിലും ഊർജിതമായിട്ട് ഇപ്പം നടത്തുന്ന ആ ഒരു ക്യാമ്പയിൻ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കുറച്ച് പേരെ അവിടെ ഇവിടെ പിടിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. ഇതിൻ്റെ ഉറവിടത്തിലേക്ക്, ഇതിൻ്റെ കണ്ണികൾ എവിടെയാണോ അവിടെ എല്ലാം ചെന്നെത്തി അത് നശിപ്പിക്കാതെ ലഹരിയുടെ വ്യാപനത്തെ തടയുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അതിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് ഈ ഒരു വിപത്തിനെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ.
വേടനെ പോലെയുള്ള കലാകാരന്മാരെ കുറിച്ച് പറയുമ്പോൾ മുമ്പ് സംസാരിച്ച എൻ്റെ രണ്ട് സുഹൃത്തുക്കളും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പറയാതെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വേടനെ പോലെയുള്ള കലാകാരന്മാർ ഇത്തരം വലിയ വേട്ടയ്ക്ക്, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സാംസ്കാരിക വേട്ടയ്ക്ക് ഇരയാകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു അംബേദ്കറൈറ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രസ്ഥാനത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അത് കേരളത്തിലെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒരു സ്വത്വ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളയുന്ന അംബേദ്കറൈറ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ വലിയ ഇമ്പാക്റ്റ് എത്രയാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അതിനെ മുളയിലെ ഞുള്ളിക്കളയണമെന്ന് എല്ലാ കൂട്ടരും ആഗ്രഹിക്കുന്നു. ആ ഒരു രാഷ്ട്രീയമാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. അതുകൊണ്ട് എങ്ങനെയും ആ ഒരു രാഷ്ട്രീയത്തെ, വേടനെ തകർക്കുക എന്നുള്ളതല്ല, വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ, ആശയപരിസരത്തെ, പ്രത്യയശാസ്ത്രത്തെ, അത് അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ ഒരു സന്ദേശമാണ്. അതിനെ ഇല്ലാതെയാക്കുവാനായിട്ട് നിലവിലുള്ള എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു സാഹചര്യം കിട്ടി എന്നുള്ള ഒരു തിമർപ്പിൽ അദ്ദേഹത്തെയും അതുവഴി അദ്ദേഹത്തിൻ്റെ ആശയത്തെയും തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് നമ്മൾ അനുവദിച്ചുകൂടാ. ഇന്ത്യ അംബേദ്കറുടേതാണ്. അംബേദ്കർ രാഷ്ട്രീയമാണ് നാളത്തെ ഇന്ത്യയെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ഇവിടെ വളരേണ്ടതും വികസിക്കേണ്ടതും നാളെ അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു സോഷ്യൽ ഡെമോക്രസി, നമുക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസി അതിൻ്റെ പരിമിതമായ അർത്ഥത്തിൽ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. ജനകീയ ജനാധിപത്യം എന്ന് പറയുന്ന, സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന, അതുമുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വർ പൂന പാക്റ്റിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇവിടെ തീരത്തില്ല. എങ്ങനെയാണ് അതിലെത്തിയതെന്നും ഗാന്ധിജി മുന്നോട്ട് വെച്ച വലിയ മുന്നറിയിപ്പുകളും ഭീഷണിയും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സോഷ്യൽ ഫാബ്രിക് തന്നെ മാറിപ്പോയേനെ. ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഒക്കെ ഇവിടെ വന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജാതീയതയുടെ ഒരു പകുതിയുടെ പകുതി പോലും ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. അതിലേക്കൊന്നും പോകണ്ട. ആ രാഷ്ട്രീയം അംബേദ്കർ മുന്നോട്ട് വെച്ച, അയ്യങ്കാളി മുന്നോട്ട് വെച്ച, അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനതിലൊന്നും വിശ്വസിക്കുന്നേ ഇല്ല. ഇവിടെ ഒരു നവോത്ഥാനവും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അതൊക്കെ ഊതി വീർപ്പിച്ച ചില ബലൂണുകളായിരുന്നു. അതെല്ലാം തകർന്നു പോകുന്നത്, പൊട്ടിപ്പോകുന്നത് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ അടിത്തറയില്ലാത്ത, ശക്തിയില്ലാത്ത അടിത്തറകളിൽ പണിത നവോത്ഥാനമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദളിതൻ എന്ന നിലയിൽ, ഒരു അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ അത് ആഘോഷിക്കുകയും അതുവഴി അദ്ദേഹത്തെ തകർക്കാനും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ തകർക്കാനുമുള്ള ഈ ആവേശത്തിമർപ്പ്. പക്ഷെ അതിൽ അദ്ദേഹം വീണു പോകരുത്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ വീണു പോകരുത്. ലഹരിക്കെതിരെ ശക്തമായി നിലപാടെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുവാനും ആ രാഷ്ട്രീയത്തിന് വളരാനും വികസിക്കാനുമുള്ള ഒരു കാലാവസ്ഥയും മണ്ണും പാകമാക്കുവാനും നമുക്കൊക്കെ കടമയുണ്ട് എന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ മുഹമ്മദ് അൻവർ, ഇപ്പോൾ വേടൻ എത്ര വലിയ പാട്ടുകാരനായിട്ടും എത്ര വലിയ ജനസ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കീഴാള രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ വരികൾ എഴുതിയെന്ന് പറഞ്ഞിട്ടുമൊന്നും ഈ നിങ്ങളുടെ ഈ നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് കടക്കാൻ അതൊന്നും പോരല്ലോ. അപ്പോൾ വേടൻ പറയുന്നത് ഈ കിട്ടിയിരിക്കുന്ന പുലിപ്പല്ലിൻ്റെ മാല അത് ഒരു ആരാധകൻ സമ്മാനിച്ചതാണെന്നാണ്. അതാണ് വസ്തുതയെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് വേടന് പുറത്തേക്ക് കടക്കാൻ കഴിയുമോ? അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ സംഭവത്തെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കേണ്ടി വരും. അത് എങ്ങനെയാണ്, അത് ഒറിജിനലാണ് എന്നുള്ള സംഗതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് ശ്രീ വേടൻ്റെ കൈവശം എത്തിപ്പെട്ടത് എന്ന് അന്വേഷിക്കണം. എന്നിട്ട് ഈ എവിഡൻസ് ഒക്കെ പരമാവധി ശേഖരിച്ചിട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ അത് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. ബഹുമാനപ്പെട്ട കോടതിയാണ് നീതിയും നിയമവും പരിഗണിച്ചിട്ട് ഒരു തീർപ്പ് കൽപ്പിക്കുക. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ ശക്തമായ ഒരു നിയമമാണ്. ഷെഡ്യൂൾ 1-ൽപ്പെട്ട ഒരു ജീവിയുടെ ഏതെങ്കിലും ശരീരഭാഗം കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്ത 7 വർഷം വരെ നീണ്ടു പോകാവുന്ന ഒരു തടവ് ശിക്ഷയും പിന്നെ 25,000 രൂപയിൽ കുറയാത്ത പിഴ ശിക്ഷ അല്ലെങ്കിൽ രണ്ടും കൂടിയും ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയാണോ എന്നുള്ള സംഗതി അതിൽ വരുന്നുണ്ട്. അറിയാതെ സംഭവിച്ചതാണെങ്കിൽ അതിനുള്ള
പരിഗണനയുടെ ആ ഭാഗമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള കേസുമായി അതിൽ ഉൾപ്പെട്ടു പോയി, അറിഞ്ഞോ അറിയാതെയോ ഉൾപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഒരാളുടെ ഭാവിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളോ ഒന്നും അവസാനിച്ചു പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. കാരണം നമുക്ക് ഒരുപാട് മുൻ മാതൃകകളുണ്ട്. എനിക്ക് തന്നെ, ഞാൻ സ്പോർട്സിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബോക്സിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുഹമ്മദ് അലിയും അതുപോലെ മൈക്ക് ടൈസണുമാണ്. മൈക്ക് ടൈസൺ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിലും അതുപോലെ മുഹമ്മദ് അലി ആയാലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെയുള്ള കേസുകളിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അവർ തിരിച്ചു വന്നത് ഒരു ജനതയെ മുഴുവൻ സ്വാധീനിക്കുകയും ഒരു ജനതയ്ക്ക് മുഴുവൻ അല്ലെങ്കിൽ യുവാക്കൾക്ക് മുഴുവൻ ആവേശമാകുന്ന രീതിയിലൊക്കെയാണ് അവർ തിരിച്ചു വന്നത്. തിരിച്ചുവരവ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൂർണ്ണമായി കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എപ്രകാരമായാലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാധീനശേഷി നമ്മൾ ഇതിനോടകം കണ്ടതാണ്. ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ പ്രത്യേകിച്ച് സ്വാധീനിക്കാൻ പ്രത്യേക കഴിവുള്ള ആളാണ്. വളരെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് മറ്റൊരു സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രാഥമിക പരിഗണന അർഹിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് ലഹരി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലഹരി നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം ഗുരുതരമായ ഒരു സംഗതിയാണ്, വെറും 6 ഗ്രാം കഞ്ചാവ് കൈവശം വയ്ക്കുന്നതും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതും ഇത്രത്തോളം ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിലൂടെ മറ്റ് യുവാക്കളും മനസ്സിലാക്കുകയും ലഹരിക്കെതിരെ അത്തരത്തിലുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം തന്നെ ഇതിലൂടെ നടക്കാനും ചെറുപ്പക്കാരിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനുമൊക്കെ ഒരു സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ് എൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള. ശരി, ഏതായാലും അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഈ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നിയമത്തിന്റെ വഴിയിലൂടെ പോകട്ടെ. പക്ഷേ വേടൻ ഉയർത്തിക്കൊണ്ടുവരുന്ന കീഴാളരുടെ രാഷ്ട്രീയം, അതിൻ്റെ താളത്തിനും സംഗീതത്തിനും ഇനിയും ഈ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. അത് നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ വേടന് പൂർവാധികം ശക്തിയായ ആ വേദികളിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ ബാക്കി വെച്ച് ഈ ചർച്ച നമുക്ക് പൂർത്തിയാക്കാം. ഈ ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി.